പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിട്ടുകളാണ്. റിട്ടുകളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് മൗലികാവകാശങ്ങൾ? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. അതുപോലെ തന്നെ ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലികാവകാശം. ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ അവകാശം കൂടിയാണ് മൗലികാവകാശം. ഗവൺമെൻറ്റിന് പോലും മാറ്റാൻ സാധിക്കാത്ത അവകാശമാണ് മൗലികാവകാശം. ഗവൺമെൻറ്റിന് പോലും മാറ്റാൻ സാധിക്കാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലിക അവകാശം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ ഈ അവകാശങ്ങൾ ന്യായവാദത്തിനർഹമാണ്, അതായത് ജസ്റ്റിസബിൾ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മൗലികാവകാശങ്ങൾ കോടതി നേടിത്തരുന്നത് റിട്ടുകൾ മുഖേനയാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ കോടതികൾ നേടിത്തരുന്നത് ഈ റിട്ടുകൾ മുഖേനയാണ്. അതായത് ഈ റിട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഓക്കെ, അതായത് മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണമാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. റിട്ടുകൾ എന്ന് പറയുന്നത് ഉത്തരവ് എന്നാണ് അർത്ഥം. 5 റിട്ടുകളാണുള്ളത്. ഈ റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും, റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ കൂടി നോക്കാം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. ബ്രിട്ടനിൽ നിന്നും കടമെടുത്തു. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226 റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉള്ളത്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32 എന്താണ്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം. അടുത്തതായി ഏതൊക്കെയാണ് റിട്ടുകൾ എന്ന് നോക്കാം. റിട്ടുകൾ 5 അതിൽ ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തേത് മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 കോവാറൻറ്റോ. അപ്പോൾ ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. നിയമവിരുദ്ധമായോ അന്യായമായോ തടവിൽ വച്ചിരിക്കുന്ന ആളെ വിട്ടുകിട്ടാനായി ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായോ അന്യായമായോ തടവിൽ വച്ചിരിക്കുന്ന ആളെ വിട്ടുകിട്ടാനാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണിത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണിത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. നിയമവിരുദ്ധമായോ അന്യായമായോ തടവിൽ വച്ചിരിക്കുന്ന ആളെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഇത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. രണ്ടാമതായി മാൻഡമസ്. രണ്ടാമതേതാണ് മാൻഡമസ്. മാൻഡമസ് ഒരു ലാറ്റിൻ വേർഡാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിയെ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിയെ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു. മാൻഡമസിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്തായിരുന്നു? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. മാൻഡമസിൻ്റെ അർത്ഥം എന്താണ്?
നാം കൽപ്പിക്കുന്നു. രണ്ടും ലാറ്റിൻ വേർഡാണ്. മൂന്നാമത്തേത് പ്രൊഹിബിഷൻ. മൂന്നാമത്തേതാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെയാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഓക്കെ. നാലാമത്തെ സെർഷ്യോററി. സെർഷ്യോററി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള റിട്ടാണ് സെർഷ്യോററി. അഞ്ചാമത്തെയാണ് കോവാറൻറ്റോ. കോവാറൻറ്റോൻ്റെ അർത്ഥം വരുന്നത് എന്ത് അധികാരം. കോവാറൻറ്റോ അർത്ഥം എന്ത് അധികാരം. ഒരു വ്യക്തി അർഹമല്ലാത്ത സ്ഥാനം അല്ലെങ്കിൽ ഉദ്യോഗം നടത്തുന്നതിന് തടയുന്ന റിട്ടാണ് കോവാറൻറ്റോ. കോവാറൻറ്റോൻ്റെ അർത്ഥം വരുന്നത്. ഇത്രയുമാണ് റിട്ടുകളെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. റിട്ടുകൾ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ഉത്തരവാണ്. സുപ്രീം കോടതിയാണ് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നുണ്ട്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 5 റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻറ്റോ. അതിൽ പ്രൊഹിബിഷൻ്റെ അർത്ഥം വരുന്നത് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. മാൻഡമസ് എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു. കോവാറൻറ്റോ എന്ന് പറയുന്നത് എന്ത് അധികാരം. പ്രൊഹിബിഷൻ കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുന്നതിനെ തുടർന്നുള്ളതാണ്. സെർഷ്യോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.